ഹലോ, തുടക്കത്തിൽ കണ്ടതുപോലെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. ഇതുവരെ നമ്മൾ ചാനൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇന്നത്തെ ദിവസം. എന്താണെന്ന് വെച്ചാൽ പാമ്പിക്കുട്ടീനെ നോക്കുമ്പോൾ ഓരോ ഉമ്മമാർക്കും റിയാക്ട് ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ പറയുന്ന കാര്യം. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഈ ദിവസം ഇങ്ങനത്തെ ദിവസം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അമ്പിക്കുട്ടീനെ നോക്കുമ്പോൾ തന്നെ എനിക്ക് അവളെ പ്രസവിച്ചതും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം അടുത്ത് കഴിഞ്ഞതുപോലെ തോന്നുന്നു. എത്ര പെട്ടെന്ന് അവർ വളരുന്നല്ലേ. നമുക്ക് വളരുമ്പോൾ ഭയങ്കര എക്സൈറ്റിങ്ങും സന്തോഷമൊക്കെ ഉണ്ടേനും. ഇപ്പുറത്തെ സൈഡ് ആലോചിക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് വളരണ്ടില്ല, അവരുടെ കളികളൊക്കെ പെട്ടെന്ന് നിന്ന് പോയതുപോലെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോഴും അത് കാണുമ്പോൾ സന്തോഷമുണ്ട്, എന്നാൽ സങ്കടമുണ്ട്, രണ്ടും കൂടി സമ്മിശ്രമായ ഒരു ഫീലിങ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാൻ ഒരു എക്സൈറ്റിംഗ് ദിവസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ പാരൻറ്റിങ് മീറ്റിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെ ആവും എന്താവും എന്നൊക്കെ ഒരു എക്സൈറ്റിങ്. വലിയ ക്ലാസ്സിലൊന്നുമല്ല ആൾ പഠിക്കണം, എന്നാലും നമ്മളെ ലൈഫിലെ ഫസ്റ്റത്തെ ഒരു പാരൻറ്റിങ് മീറ്റിംഗ്. അപ്പോൾ ഇന്ന് അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ആണ് മീറ്റിങ്. അപ്പോൾ അതിന് മുമ്പ് പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് അതിന് പോകാനുള്ള ഒരു ഒരുക്കത്തിലാട്ടോ. അപ്പോൾ അത് ആ ഒരു മൊമെൻറ്റ് നിങ്ങളിൽ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്പയ്ക്ക് വലുതാവുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, യൂട്യൂബൊക്കെ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ. എൻ്റെ ഫസ്റ്റത്തെ പാരൻറ്റിങ് മീറ്റിങ്ങിനും വെച്ച് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ വലുതാവുമ്പോൾ. അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഓർമ്മ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ പാരൻറ്റിങ് മീറ്റിംഗ് ഫസ്റ്റത്തെ ആ പാരൻറ്റിങ് മീറ്റിംഗ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഞാൻ പാരൻറ്റിങ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് പറയാം എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ കേട്ടോ. മീൻ തലേന്നത്തെ മീൻ റീൽസ് ഒഴിവാക്കണേ. എനിക്കുസ്ല നടന്നു പോകാൻ വിചാരിക്കണ്ട. വലിയ പേടിക്കാൻ ഇങ്ങോട്ട് വണ്ടി കയറില്ല. വെള്ളമാണ് വെള്ളം പോയി കണ്ടു വെള്ളം. ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഹായ് ഗുഡ് മോർണിംഗ് പോയി. പോയിട്ടേ വലുത് തേക്കണ്ടേ മീറ്റിംഗില്ലേ അങ്ങോട്ട് പോണേ. നമ്മള് ബീച്ചിന് പോവാണ്. എന്നിട്ട് ബീച്ചിന് പോലെ നമ്മളെങ്ങനെ പോണേ? നമ്മളെത്താനായോ? എത്താനായോ? നമ്മൾ ആദ്യത്തെ പാരന്റിങ് മീറ്റിംഗ് ആണ്. ഓക്കെ, നമ്മളെ ലൈഫിലെ ഫസ്റ്റ് പാരന്റ്സ് മീറ്റിംഗ് ആണിത്. അവർക്ക് ചെറിയ എക്സാം ഒക്കെ നടത്തിയിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ റിസൾട്ട് ആണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങള് മിസ് എന്തൊക്കെ പറഞ്ഞേ? നിങ്ങൾ നോക്കേ. നമുക്ക് തിരക്കാണല്ലോ. മിസ് എന്താ പറഞ്ഞേ?
മിസ് എന്താ പറഞ്ഞ പറയും എന്തോ ഒരു മച്ചി ആ കൊണ്ടിരുന്നില്ലേ ആ പേരക്ക പേരൊക്കെ ആ ചേച്ചി പറയും ആ ഷെഫിക്ക് വിളിച്ചോട്ടോ ഷെഫിക്കിന് എന്തോ അറിയാം നമ്മളിപ്പോ എന്തൊക്കെ ചെയ്യുന്നേ ചോറ് കഴിച്ച് പിന്നെ കഞ്ഞി ചോറ് കഴിച്ച് മീറ്റിംഗ് കഴിഞ്ഞ് വന്നേ മീറ്റിംഗ് കഴിഞ്ഞ് മുട്ടയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി മീറ്റിംഗ് എന്താ മിസ് പറഞ്ഞേ മീറ്റിങ്ങിന് അവാർഡ് ചോദിച്ച് ക്ലാസ്സിലേക്ക് പറഞ്ഞു പോകുമ്പോ അത് മാത്രമല്ല പറഞ്ഞേ മാത്രം പറഞ്ഞേ ഞങ്ങള് പോലെ അമ്പിക്കുട്ടിന്റെ എക്സാം പേപ്പർ കിട്ടിയില്ലേ കേട്ടി അമ്പിക്കുട്ടി ഗുഡ് ഗേൾ ആട്ടോ സൂപ്പറാട്ടോ ഐ ലവ് യു അയച്ചു നമ്മളെന്ത് ചെയ്യാ ഇനി കുറച്ചേരം ഗെയിം കളിച്ചില്ല കുറച്ചേരം ഉറങ്ങ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അല്ലല്ലോ ഇപ്പൊ ഉച്ചല്ലേ അപ്പൊ നമ്മള് കുറച്ചേരം ഒരു ഉച്ചമയക്ക് ഉറങ്ങാം അല്ലേ നമുത്തെ കുറച്ച് ഉറങ്ങില്ലേ കണ്ണുകൂട്ട് കണ്ണുകൂട്ടിയില്ലേ അപ്പോൾ വൈകുന്നേരത്തെ നമ്മളെ വീട്ടിൽ നിന്നുള്ള വ്യൂ ആട്ടോ. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷമൊന്നും ഇങ്ങോട്ട് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് മീറ്റിങ്ങിൽ കാര്യമായിട്ട് ഒരു പാരൻറ്റിങ് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ ട്രെയിനിങ് നേടുന്നുണ്ട്, എന്ത് കാര്യത്തിനും അല്ലേ. പക്ഷേ നമ്മൾ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രെയിനിങ്ങോ ഒന്നും എടുക്കുന്നില്ല. അത് നോർമലായി നമ്മളിങ്ങനെ ചെറുപ്പത്തിലേക്ക് കണ്ടുവരുന്ന കാര്യങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ മക്കളെ വളർത്തി പോകുന്നു. സത്യം പറഞ്ഞാൽ അതവിടെ അന്ന് പാരൻറ്റിങ് സെക്ഷൻ കിട്ടിയപ്പം എനിക്കൊക്കെ തോന്നുക, ശരിക്കും നമ്മൾ മക്കളെ വളർത്തുന്നതിന് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ശരിക്കും ആദ്യം നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ട്രെയിനിങ് നമ്മൾ ശരിക്കും അറ്റൻഡ് ചെയ്തിരിക്കണം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പം ഞാൻ ആദ്യമായിട്ടാണ് പാരൻറ്റിങ് സെക്ഷനിൽ പങ്കെടുക്കണം. അത് എത്ര പേര് പങ്കെടുത്തണം. ഇപ്പോൾ പൊതുവെ എല്ലാ സ്കൂളുകളിലും നമ്മൾ മീറ്റിംഗ് വെക്കുന്നതിന് പോയി പാരൻറ്റിങ് സെക്ഷൻ അവർ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം മീറ്റിംഗ് എന്താ പറയുക, നല്ലൊരു ഒരു വ്യത്യസ്തമായിട്ട് അനുഭവമായിരുന്നു. പാരൻറ്റിങ് സെക്ഷൻ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെ ക്ലാസ് മീറ്റിംഗ് എന്താ പറയുക, ഒന്നും പറയാനില്ല അവളെ കുറിച്ച്. മിസ് ചോദിക്കുന്നുണ്ട് എന്താ മക്കൾക്കുണ്ടായ ഇമ്പ്രൂവ്മെൻ്റ് എന്നൊക്കെ, പക്ഷെ പറയാനായിട്ടില്ല. എന്നാലും ഒരു വ്യത്യസ്തമായ അനുഭവം, നല്ല അടിപൊളി കഴിഞ്ഞിട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എന്ത് വെച്ചിട്ടുണ്ട്? ഏത് കളറ്? എനിക്കല്ലോ എന്നാ ഗ്രീൻ. താങ്ക് യു. ഓറഞ്ച് ചട്ടിയാ പച്ചടില്ലതാ, പച്ച പിങ്ക് തന്നല്ലതാ. അപ്പൊ ഇത് കളറി ബ്ലൂ ഉണ്ടോ? ബ്ലൂ അല്ലല്ലോ, യെല്ലോ അല്ലേ. താങ്ക് യു. താങ്ക് യു. കഴിഞ്ഞോ?
സീമിന് കുത്തുണ്ടല്ലോ, വൈറ്റിനാണല്ലോ, സാവന് കുത്തുണ്ടോ, ഗോതമ്പുണ്ടല്ലോ. സൂപ്പർ, അടിപൊളി. എന്താ പിന്നെ വേറെ പാട്ട് പാട്ടെ. ചോളി 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 അപ്പപ്പ ഇത് സുഖം നോ പപ്പ ദല്ലേ ഗൈസ് നോ പപ്പ ആ ഫേമസ് ആഹാ. സൂപ്പർ, അടിപൊളി. വേറെ പാട്ട് കേട്ടെ. അത് ചേച്ചി ഹാപ്പി നെക്സ്റ്റ് എഡിറ്റ് വൺ. ഓക്കേ ശരിയാണ് കേട്ടോ. ഓക്കേ ഓക്കേ തല വേണ്ട, അത് കാണാൻ പറ്റൂല. തല കാണുന്നുണ്ട്, ഇത് കാണാൻ പറ്റൂല. ഇപ്പൊ ഉപ്പ് കത്തിച്ച അതോ അത് തല കാണാൻ പറ്റൂല. ഞാനേ ഇതിടെ ഒരു ബോഗാക്കട്ടെ കേട്ടോ. ഓക്കെ ഈ കയ്യോ. ഹായ്, എന്താ കുടിക്കുന്നത്? ഇതട വെക്ക്, മിഠായി ഇട വെക്ക്. ഇതാരും കൊണ്ടുവന്നാ മിഠായി? ഇതട വെക്ക്. ആയി ജ്യൂസ് കുടിക്കും. ജ്യൂസ് കുറച്ച് കഴിച്ചോ? അപ്പൊ ഈ മാങ്ങ എപ്പോഴാ കഴിക്കുക? കേട്ടോ. അപ്പോൾ ഗൈസ് ഏകദേശം ഒരു രത്നച്ചുരുക്കം എന്നൊക്കെ പറയട്ടെ. ഇന്നത്തെ രത്നച്ചുരുക്കം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.